ഞാൻ സ്വിഗ്ഗി എടുക്കുന്നുണ്ട്. അപ്പോൾ റേറ്റിംഗ് കൊടുക്കുന്നുണ്ട് 4+ ഉള്ളത്. എന്നിട്ട് സ്ക്രോൾ ചെയ്തിട്ട് അങ്ങനെ ഞാനൊരു ഹോട്ടലിലേക്ക് കയറി. അങ്ങനെ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഏറ്റവും റേറ്റിംഗ് ഉണ്ടായത് നമ്മുടെ സ്വന്തം മലയാളികളുടെ സ്വന്തം ഇഷ്ടപ്പെട്ട ഭക്ഷണമായ കപ്പക്കും ചിക്കൻ കറിയുള്ള കൂടിയിട്ടുള്ളൊരു കോംബോ ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു കാരമൽ കേക്ക് പീസും. അങ്ങനെ അത് രണ്ടും കൂടി ഓർഡർ ചെയ്തു. പിന്നെ ലോ റേറ്റിംഗ് ഉള്ള ഈ ഒരു ഗീ റോസ്റ്റാണ് വേറൊരു കടയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത്. രണ്ടും കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് ടേസ്റ്റ് ഉള്ളത് നോക്കാമല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ തുറക്കുന്നത് ചിക്കൻ കറി കിട്ടി. പിന്നെ കപ്പയുണ്ട്. ഈ ഒരു റെസ്റ്റോറൻറ്റ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. റെസ്റ്റോറൻറ്റ് പേര് ഞാൻ പറയുന്നില്ല. രണ്ടും അപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഫുഡാണ്. തിരുവനന്തപുരത്തുള്ളതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് അതിൻ്റെ അകത്തെല്ലാം റിവ്യൂ ഉള്ളത്. പിന്നെ മറ്റേത് മോനാണ് പൊട്ടിച്ച് തരാൻ വേണ്ടിയിട്ട് നോക്കുന്നത് മറ്റേതിൻ്റെ കവറ്. അപ്പോൾ അങ്ങനെ മറ്റേ റെസ്റ്റോറൻറ്റിൻ്റെത് എടുക്കുന്നുണ്ട്. അത് ഗീ റോസ്റ്റും സാമ്പാറും ചമ്മന്തിയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിതെല്ലാം ഇതിൻ്റെ അകത്തേക്ക് മാറ്റാം, പ്ലേറ്റിനകത്തേക്ക് മാറ്റാം. എങ്ങനെയുണ്ട് നമുക്കിതിൽ കഴിച്ച് നോക്കാം. അപ്പോൾ ദോശ വലിയതായിരുന്നു. ഗീ റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മടക്കിയിട്ട് നല്ല സൈസ് ഉണ്ടായിരുന്നു. അത് തുറക്കുമ്പോൾ തന്നെ അടിപൊളി മണം വരുന്നുണ്ടായിരുന്നു. റേറ്റിംഗ് എന്തുകൊണ്ട് ലോ ആയെന്ന് എനിക്കറിയില്ല. സാമ്പാർ എടുക്കുന്നുണ്ട്, അതുപോലെ ചമ്മന്തി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഭയങ്കര നല്ല മണമായിരുന്നു. ഗീ റോസ്റ്റിന് നല്ല എന്താ പറയുക, ആ ഒരു സ്മെല്ല് നമ്മളെ മുകളിലേക്ക് തുളച്ച് കയറുമെന്ന് പറയില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഞാൻ കപ്പ പൊട്ടിച്ചു. കപ്പയും പിന്നെ ചിക്കൻ കറി. ചിക്കൻ്റെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഉണ്ടായിനി. മുകളിൽ ഓയിലെല്ലാം ഉണ്ടായിനി. അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കപ്പ ഒരു ഹാഫ് പോർഷൻ എടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ കറി ഒഴിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് തിന്ന് കഴിഞ്ഞിട്ട് മറ്റേതും ടേസ്റ്റ് ചെയ്ത് നോക്കും. അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് എന്തായാലും നമ്മുടെ അടുത്ത ഗീ റോസ്റ്റ് തന്നെ നോക്കാം. അത് ഞാൻ രണ്ടിലും മുക്കിയിട്ട് കഴിക്കുന്നുണ്ട്. ഞാൻ പൊതുവേ ദോശയാണെങ്കിലും എന്താണെങ്കിലും കഴിക്കുമ്പോൾ രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുക. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റായിരുന്നു. ഇതിന് എന്തുകൊണ്ട് 2 സ്റ്റാർ മാത്രം കിട്ടിയെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കി ഇതായിരുന്നു ഏറ്റവും ലോ റേറ്റിംഗ്. പക്ഷേ എങ്കിൽ അടിപൊളി ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റ്. ഞാനത് കഴിച്ചിട്ട് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അമ്മ വിശ്വസിക്കുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് അമ്മക്കും കൂടി കൊടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പം അമ്മ കഴിച്ച് നോക്കി. അല്ല, അമ്മ പറഞ്ഞാൽ നല്ല രസമുണ്ടല്ലേ, ഗീൻ്റെ ടേസ്റ്റ് എല്ലാം കൂടി ആ ചമ്മന്തിക്കും എല്ലാം എന്താ പറയുക സാമ്പാറും എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു. അമ്മക്കും ഇഷ്ടപ്പെട്ട്. അത് കഴിഞ്ഞിട്ട് കപ്പയും ചിക്കൻ കറിയും കഴിക്കുന്നുണ്ട്. അതിനും അസാധ്യമായ ടേസ്റ്റാണ്. റേറ്റിംഗ് ലോ ആണോ ഹൈ ആവൊന്നുമില്ല. ഈടെ രണ്ടും സൂപ്പർ ടേസ്റ്റുള്ള സാധനം എനിക്ക് കിട്ടിയിട്ടുള്ളത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ കുഞ്ഞു പീസാണെങ്കിൽ നമുക്ക് കപ്പയിലേക്ക് ഇതുപോലെ വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിലാർക്കൊക്കെയാണ് കപ്പയും ചിക്കൻ കറിയും ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ ചിക്കൻ കറിയും മീൻ കറിയും കപ്പയാണോ ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് പൊതുവേ ഇഷ്ടം കപ്പയും മീൻ കറിയുള്ള കോമ്പിനേഷൻ. അത് ഭയങ്കര ടേസ്റ്റ് അല്ലേ. അങ്ങനെ അതും കഴിക്കുന്നുണ്ട്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഡെസേർട്ട് കഴിക്കണമല്ലോ എന്തെങ്കിലും. അതുകൊണ്ട് നല്ല റേറ്റിംഗ് ഉള്ളൊരു ഡെസേർട്ടായിരുന്നു ഇത്. 4.7 സ്റ്റാറുള്ള കാരമൽ കേക്ക് പീസ് ഒരു പീസാണ് ഉള്ളത്. ഭയങ്കര സ്പോഞ്ചി ആയിരുന്നു. നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ അത്രയും സോഫ്റ്റായിട്ടാണ് അത് പൊട്ടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിനി. അടിപൊളി ടേസ്റ്റായിരുന്നു. ഒന്നും പറയാനില്ല, ടേസ്റ്റ് ഭയങ്കരമാണ്. ഇതും വീട്ടിൽ നിന്നാക്കുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിലേതാണ്. അവർ വീട്ടിൽ നിന്നാക്കിയതാണെങ്കിലും സൂപ്പർ. പിന്നെ എന്താണ്, അതൊക്കെ കഴിച്ചു. എന്നിട്ടൊരു പീസ് ഞാൻ മോന് വെച്ചു. മോൻ ഇപ്പം വേണ്ടാന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അപ്പോൾ ഞാനത് പെട്ടിയിൽ തന്നെ പൂട്ടി വെക്കുന്നുണ്ട്, ബാക്കി അവന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്വിഗ്ഗി ഹൈ റേറ്റഡ് ലോ റേറ്റഡ് ഫുഡ് ചാലഞ്ച് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു.